അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മുടെ മുമ്പിൽ പൊതുവെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഒരു 2009-2010 ശേഷം ജനിച്ച ആൾക്കാരായിരിക്കും. പൊതുവെ സാമൂഹിക ശാസ്ത്ര വിദഗ്ധന്മാർ ഓരോ കാലഘട്ടത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഓരോ പേരിടാറുണ്ട്. 2010 ശേഷം ജനിച്ച കുട്ടികളെ ജനറേഷൻ ആൽഫ എന്നാണ് വിളിക്കാറ്. അതിനു മുമ്പിലുള്ളവരെ ജനറേഷൻ സി. ഞാനൊക്കെ 90s ജനിച്ച ആളാണ്, അപ്പം മില്ലേനിയൽ എന്നാണ് എന്നൊക്കെ വിളിക്കുക. അതിനു മുമ്പ് വേറെയും കുറേ പേരുകളുണ്ട്. ഓരോ ജനറേഷനും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നേരെ സ്ക്രീനിലോട്ട് ജനിച്ചു വീണ കുട്ടികളാണ് മുമ്പിലുള്ള കുട്ടികൾ എന്നുള്ളത്. ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തുടങ്ങാം. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമൊന്നുമില്ല, എന്നാലും നിങ്ങൾക്ക് തോന്നുന്ന മറുപടി നിങ്ങൾക്ക് പറയാം. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഉത്തരം പറയാൻ താല്പര്യമുള്ള ആൾക്കാർ കൈപൊക്കുക. ഉത്തരം പറയാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് മൈക്കുമായിട്ട് വരും. ഒന്നാമത്തെ ചോദ്യം അതാണ്: ജനറേഷൻ ആൽഫ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം? ഓക്കെ, എന്നാൽ എല്ലാവർക്കും പറയാം അല്ലേ, ഇൻസ്റ്റാഗ്രാം. ഓക്കെ, നമ്മളൊക്കെ ഏതോ സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്ന ഏതാ? ഫേസ്ബുക്ക് ആണോ? ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ജനറേഷൻ ഉണ്ട്. കുട്ടികളൊക്കെ ഒരു സ്നാപ്ചാറ്റ് ജനറേഷനാണ് അല്ലേ. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. ജനറേഷൻ ആൽഫയുടെ ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ലേണിംഗ് ടൂൾ എന്താണ്? ടെക്സ്റ്റ് ബുക്സ് ആണോ, സ്കൂൾ ലൈബ്രറികളാണോ, എൻസൈക്ലോപീഡിയ ആണോ, യൂട്യൂബ് ആണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ? എന്താണ്? യൂട്യൂബ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളൊന്നും ഇരുന്ന് പഠിക്കുന്ന പോലത്തെ ഒരു പഠനം, അങ്ങനത്തെ ഒരു ശീലം ഭൂരിഭാഗം കുട്ടികൾക്കും ഇല്ല എന്നുള്ളത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇതിൽ ജനറേഷൻ ആൽഫ കുട്ടിയുടെ ഏറ്റവും ഡ്രീം ജോബ് ആവാൻ താല്പര്യമുള്ളത് ഏതാണ്? ഒരു ആസ്ട്രോനോട്ട് ആവുക, ടീച്ചർ ആവുക, ഡോക്ടർ ആവുക, അതല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആവുക? ഏതാണ്? ഇൻഫ്ലുവൻസർ. നമ്മുടെ ക്ലാസ് റൂമിലുള്ള കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസർ ആവുന്ന ഏകദേശം എല്ലാവർക്കും ഉറപ്പാണ് അല്ലേ. അപ്പോൾ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിനൊന്നും ഇപ്പോൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം, പല ഉത്തരങ്ങൾ ഉണ്ടാവാം. അൾട്ടിമേറ്റ്ലി നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഒരു ചെറുപ്പമായിട്ട് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടിയെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാവരും തിരിച്ചറിഞ്ഞ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചുറ്റും ലോകം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ, ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് നമ്മുടെ റോൾസിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപകരെ റീപ്ലേസ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? റീപ്ലേസ് ചെയ്യും. നമുക്കൊന്നും പണി ഉണ്ടാവില്ല. ഇപ്പൊ പുതിയ ഒരുപാട് കാര്യങ്ങൾ, ചാറ്റ് GPT, ഹോംവർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചാറ്റ് GPT ഉണ്ട്. ഡുവോലിംഗോ ഉപയോഗിച്ച ആൾക്കാരുണ്ടോ? ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഡുവോലിംഗോ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഖാൻമിഗോ എന്നുള്ളത് ഇന്ത്യയിൽ ഇതുവരെ റോൾ ഔട്ട് ചെയ്തിട്ടില്ല. ഖാൻ അക്കാഡമിയുടെ ഏറ്റവും പുതിയൊരു AI ടൂളാണ്. ഒരു ടീച്ചർ എങ്ങനെ ഒരു കുട്ടിയോട് സംസാരിക്കോ അതേപോലെ സംസാരിക്കുന്ന ഒന്നാണ് ഖാൻമിഗോ എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി എഡ്യൂക്കേഷനിലുള്ള ഏറ്റവും വലിയ ഏത് പ്രോബ്ലത്തെയാണ് AI അഡ്രസ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എഡ്യൂക്കേഷന് ഇത്രയും കാലം സോൾവ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു അധ്യാപിക അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം പേഴ്സണലൈസേഷൻ എന്നുള്ളതാണ്. ഓരോ കുട്ടികൾക്കും അവരുടെ മൂഡിനും അവരുടെ പഠന താല്പര്യങ്ങൾക്കും അവരുടെ സ്കില്ലിനും അനുസരിച്ച് എങ്ങനെ ലെസൺസ് പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കാം എന്നതിന് AI വലിയൊരു ഉത്തരമായിട്ട് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ മറ്റ് മീഡിയ, അപ്പോൾ TV വന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വന്നു, കമ്പ്യൂട്ടർ വന്നു, മൊബൈൽ വന്നു, അപ്പോഴൊക്കെ നമ്മൾ പറയും ടീച്ചിങ് മാറും, അധ്യാപനം മാറുന്നുള്ളത്. എന്നാൽ മാറിയിട്ടില്ല ആക്ച്വലി അല്ലേ. ബ്ലാക്ക് ബോർഡിന് പകരം ഇതേപോലത്തെ സ്ക്രീനുകളോ അല്ലെങ്കിൽ LCD പ്രൊജക്ടറുകളോ ഉപയോഗിക്കുക എന്നുള്ളതിലപ്പുറം ടീച്ചിങ് ആ റോളിന് വലിയൊരു മാറ്റം വന്നിട്ടില്ല. അവിടെ വലിയൊരു മാറ്റമാണ് പ്രോബബ്ലി AI കൊണ്ടുവരാൻ പോകുന്നത്. കുട്ടികളുടെ പഠനശീലങ്ങളും അല്ലെ, പരീക്ഷാ തലേന്ന് കുത്തിയിരുന്ന് പഠിച്ചിരുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. ഇന്ന് നേരെന്താ, നമ്മൾ ഇന്ന ലേണിംഗ് ആപ്പിന്റെ യൂട്യൂബ് ലൈവിൽ കയറിയാൽ അവിടെ ഉണ്ടാവും ഒരു 50,000 കുട്ടികൾ അല്ലെ, അല്ലെങ്കിൽ അവിടെ ഒരു 40,000 കുട്ടികൾ ഉണ്ടാവും. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇന്ന് കുട്ടികൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, ഒരു ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഒരു ലേണിംഗ് അതല്ലെങ്കിൽ ഒരു നോളജ് ഇമ്പാർട്ടിങ് എന്നുള്ളത് സെക്കൻഡറി ആയി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഞാൻ മാത്സും ഫിസിക്സും ഒക്കെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ എൻ്റെ മാത്സ് ക്ലാസ്സിനേക്കാളും നന്നായിട്ട് മാത്സ് എടുക്കാൻ പറ്റുന്ന ആയിരക്കണക്കിന് അധ്യാപകർ ലോകത്തുണ്ടാവും അല്ലേ. നിങ്ങൾ ഓരോരുത്തരും, നമ്മളൊക്കെ നമ്മുടെ ഫീൽഡിൽ ബെസ്റ്റ് ആവണം എന്ന് ആഗ്രഹിച്ചാലും നമ്മളെക്കാളും നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആൾക്കാരില്ലേ. അവരുടെയൊക്കെ ക്ലാസ്സുകൾ കുട്ടികൾക്ക് ഒരു വിരൽ തുമ്പിൽ ആക്ച്വലി അവർക്ക് ആക്സസിബിൾ ആണ്. എന്നിരിക്കാൻ നമ്മുടെ ക്ലാസ് തന്നെ കുട്ടി കേൾക്കണം നമുക്ക് ഇന്നത്തെ കാലത്ത് നിർബന്ധം എടുക്കാൻ പറ്റുമോ?
ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം, അല്ലേ? അപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലക്ക് ഒരു വിവരം കൊടുക്കുക അല്ലെങ്കിൽ വിജ്ഞാനം കൊടുക്കുക, എൻ്റെ മനസ്സിലുള്ള കാര്യം കുട്ടിയുടെ മനസ്സിലോട്ട് എടുത്തു കൊടുക്കുക എന്നുള്ള റോള് ആക്ച്വലി ചേഞ്ച് ചെയ്യാൻ പോവാണ്. അതിൽ യാതൊരു സംശയമില്ല. ആ ഒരു കൺവിക്ഷനിൽ വേണം നമ്മൾ മുൻപോട്ട് പോകാൻ. നമ്മളെക്കാളും നന്നായി പഠിപ്പിക്കാൻ അറിയുന്ന ആൾക്കാരുണ്ട്, ചിലപ്പോൾ നമ്മളെക്കാളും നന്നായി പഠിപ്പിക്കാനെങ്കിലും ഓരോ കുട്ടിയുടെയും ലേണിംഗ് സ്റ്റൈലിന് അധിഷ്ഠിതമായി പഠിപ്പിക്കാൻ അറിയുന്ന ആളുകളുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ കാണുന്ന, നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കുട്ടി നമ്മളുടെ സിസ്റ്റത്തിന്റെ പരിമിതികളിൽ പെട്ടുള്ള ഒരു കുട്ടിയായി പോകരുത്. നേരെ മറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള ഒരു കുട്ടിയെ കുറിച്ച് ഒരു ലോങ് ടേം വിഷൻ വേണം. ഒരു ഷോർട്ട് ടേം വിഷൻ അല്ല, ഒരു ലോങ് ടേം വിഷൻ. അവൻ്റെ സ്കില്ലിനനുസരിച്ച്, അവൻ്റെ പാഷൻ അനുസരിച്ച് നല്ലൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത് അവൻ്റെ ഡ്രീംസിലോട്ട് എത്തിക്കുന്ന ഒരു അധ്യാപികൻ, ഒരു അധ്യാപികയായി മാറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്, ഒരു ടീച്ചർ അല്ലെങ്കിൽ ടീച്ച് ചെയ്യുന്ന ഒരാൾ എന്നുള്ള റോളിൽ നിന്ന് ഒരു മെന്റർ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള റോളിലോട്ട് ഇന്നത്തെ അധ്യാപകരും അധ്യാപികമാരും മാറും. അത് മാറാൻ പറ്റാത്ത ആളുകൾ തീർച്ചയായും ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ മാറ്റമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ മാസം ഓണപരീക്ഷ നടന്നു, വലിയ വിവാദം നടന്നു. ഓണപരീക്ഷ ഓൺലൈൻ ചാനലുകളിൽ പല ആളുകളും എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടി എന്ന് പറഞ്ഞിട്ട് അല്ലെ വലിയ വിവാദങ്ങൾ, മാർച്ച്, മറ്റ് ധർണ അതൊക്കെ നടന്നു. ആക്ച്വലി ഞാൻ കഴിഞ്ഞ 2 വർഷത്തെ പരീക്ഷാ പേപ്പർ എടുത്ത് പരിശോധിച്ചപ്പോൾ ഈ വർഷത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചത് കഴിഞ്ഞ വർഷം ചോദിച്ച പരീക്ഷകളിൽ 80% ഈ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആരും ചോർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ചോദ്യപേപ്പർ ഓൾറെഡി ചോർന്നതാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന കുറേ കമൻറ്റുകൾ കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ടീച്ചർമാർ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കാത്തത്? ഇത് ഈ ചോദ്യത്തിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ +1 പരീക്ഷാ സമയത്ത് വലിയൊരു വിവാദം ഉണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി വരെ ഇടപെട്ടു. എന്തായിരുന്നു സംഭവം? പരീക്ഷാ പേപ്പർ കുറച്ചധികം ടഫായി, കുട്ടികൾക്ക് എഴുതാൻ പറ്റിയില്ല, അപ്പോൾ ഭയങ്കര പ്രശ്നമായി. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എല്ലാ ചോദ്യ പേപ്പറും ടെക്സ്റ്റ് ബുക്ക് എന്നാണ്. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു, എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് എല്ലാ ചോദ്യം. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. എന്നോട് കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്നോട് ഒരു പാരന്റ് കഴിഞ്ഞ ദിവസം വിളിച്ച് എന്നോട് ചോദിച്ചൊരു ചോദ്യം എന്താ അറിയോ? സാർ, +1 ടെക്സ്റ്റ് ബുക്ക് വാങ്ങണോ ഒരു പാരന്റ്? കാരണം എന്താ പറഞ്ഞത്? ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് വാങ്ങണ്ട, ഞാൻ തരുന്ന നോട്ട് പഠിച്ചാൽ മതി, അതേ പരീക്ഷയ്ക്ക് വരുള്ളൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഷോർട്ട് ടേം വിഷൻ വേഴ്സസ് ലോങ് ടേം വിഷൻ. നമ്മുടെ മുമ്പിൽ കാണുന്ന കുട്ടിയെ ആ പരീക്ഷ എഴുതി പാസ്സാക്കി ഞാൻ കൊടുത്ത നോട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വന്ന് അതിന് ഫുൾ മാർക്ക് കൊടുക്കണം എന്നുള്ളതാണോ നമ്മൾ ചിന്തിക്കുന്നത്? അതല്ല, അവൻ്റെ സ്കില്ലനുസരിച്ച്, അവൻ്റെ പാഷൻ അനുസരിച്ച് അവൻ എത്തിപ്പെടേണ്ട ഒരു മേഖലയിൽ എത്തിപ്പെടണം എന്നുള്ളതാണോ നാം ചിന്തിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇന്ന് ടെക്സ്റ്റ് ബുക്ക് ടീച്ചർമാർ പഠിപ്പിക്കാത്ത ഒരു ലോകത്താണ്. ഞങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. കുറേ കമൻറ്റുകൾ, ഞാൻ കമൻറ്റിലോട്ട് കൂടുതൽ പോകുന്നില്ല. എന്തുകൊണ്ട് യൂട്യൂബ് ക്ലാസ്സുകളിലോട്ട് കുട്ടികൾ പോകുന്നു? അവർക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കാത്ത പല കാര്യങ്ങളും യൂട്യൂബ് ക്ലാസ്സിലൂടെ അവർ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷൻ്റെ പ്രശ്നമാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ പരീക്ഷകൾ പ്രവചിക്കപ്പെടുന്നതാകുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ 1-2 റിപ്പോർട്ടുകൾ നിങ്ങൾ കാണിച്ചു തരാം. പഠന മികവ് സർവേ, നാഷണൽ അച്ചീവ്മെന്റ് സർവേ, കേരളം പിന്നിൽ. 100% സാക്ഷരതയുള്ള, അല്ലെ, എല്ലാ കുട്ടികൾക്കും എഴുതാനും വായിക്കാൻ അറിയുന്ന, എല്ലാ കുട്ടികളെയും പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ എത്തിച്ചിട്ടുള്ള അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറുള്ള കേരളം നാഷണൽ അച്ചീവ്മെന്റ് സർവേയിൽ പിന്നിലാണ്. എല്ലാ ക്ലാസ്സുകളുടെയും കണക്ക് നിങ്ങൾക്ക് NISന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പ്രഥം എന്ന് പറയുന്നൊരു NGO ഉണ്ട്. അവർ ഓരോ 2 വർഷം കൂടുമ്പോൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളുടെ ഒരു അക്കാഡമിക് ക്വാളിറ്റി അളക്കും. ഇവരുടെ അക്കാഡമിക് ക്വാളിറ്റിയിൽ പറയുന്ന റിപ്പോർട്ട് മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് നിങ്ങൾ എയ്സർ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിൽ 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുന്ന, ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരു കുട്ടി 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അറ്റ്ലീസ്റ്റ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് അറിയുന്ന നമ്മൾ വിചാരിക്കാം, അല്ലേ? 2022 കണക്ക് നോക്കുക. സ്വകാര്യ സ്കൂളുകളിൽ 54%, സർക്കാർ സ്കൂളുകളിൽ 39.9%. അതായത് കേരളത്തിൽ 100 കുട്ടികൾ എടുത്താൽ എക്സാക്ട്ലി 44 കുട്ടികൾക്ക് 2 നമ്പർ കൊടുത്താൽ ഹരിക്കാൻ അറിയുള്ളൂ. അത് 2012 74%. പ്രവചിക്കാവുന്ന പരീക്ഷകൾ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അക്കാഡമിക് ക്വാളിറ്റി
ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായിട്ട് ഈ പ്രവചിക്കാവുന്ന പരീക്ഷകളുടെ കൂടെ ഒരു ഡെഡ്ലി കോമ്പിനേഷനായി വരുന്ന കാര്യമാണ് ഉദാരമായിട്ടുള്ള മൂല്യനിർണ്ണയം, അല്ലേ? വളരെ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെ. അപ്പോൾ കുറച്ചുകൂടി മാറ്റങ്ങൾ വരും തോന്നുന്നു, പക്ഷേ അൾട്ടിമേറ്റ്ലി ഒരു ലിബറലൈസ്ഡ് വാല്യുവേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ ദുരന്തങ്ങൾ നമ്മളിപ്പോൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുന്നു. ഞാൻ 2 പരീക്ഷകൾ എടുക്കാം. പ്ലസ് ടുക്കാർ എഴുതുന്ന 2 പരീക്ഷകൾ. ഒന്ന് ഹയർ സെക്കൻഡറി എക്സാം, 2 കേരള എൻട്രൻസ് എക്സാം. രണ്ടിനും ഒരേ സിലബസാണ്. ചോദ്യങ്ങളുടെ പാറ്റേണിൽ മാത്രമാണ് മാറ്റം ഉണ്ടാവുക. ഹയർ സെക്കൻഡറി എക്സാമിൽ ജയിക്കാൻ 100-ൽ 30 മാർക്ക് വേണം. എൻട്രൻസ് എക്സാമിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി 300-ൽ 10 മാർക്ക്, അതായത് 3% മാർക്കാണ് വേണ്ടത്. 3% മാർക്ക്. അപ്പുറത്ത് 30 വേണം, ഇപ്പുറത്ത് 3 വേണം. ഇനി ഈ വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ നോക്കുക. 2024 ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജയിച്ച കുട്ടികളുടെ ശതമാനം 78.69%. എത്ര ശതമാനം മാർക്ക് വാങ്ങി? 30% മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികളുടെ എണ്ണം. എന്നാൽ കേരളത്തിൽ കേരള എൻട്രൻസ് എഴുതി ജയിച്ച കുട്ടികളുടെ എണ്ണം അതിനേക്കാൾ കുറവാണ്, 73%. പക്ഷെ 73% കിട്ടാൻ വേണ്ടി എത്ര മാർക്ക് വേണം? 300-ൽ 10 മാർക്ക് മതി. മറ്റേത് 100-ൽ 30 മാർക്ക് വേണം. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന, ഒരേ സിലബസ് പഠിക്കുന്ന കുട്ടികൾ 2 ഡിഫറെൻറ്റ് പരീക്ഷ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ അക്കാദമിക നിലവാരം എവിടെയാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന രീതിയിലോട്ട് എത്തിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഈ വർഷത്തെ ഇപ്പോൾ നിങ്ങൾക്ക് കേരള എൻട്രൻസിൻ്റെ റാങ്ക്, ആ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിൽ പകുതി മാർക്ക് ഈ പ്ലസ് 2 മാർക്ക് എടുക്കും, പകുതി മാർക്ക് എൻട്രൻസിനുള്ള മാർക്ക് എടുക്കും. കേരള എൻട്രൻസിന് മുഴുവൻ മാർക്ക് വാങ്ങി, പ്ലസ് 2 പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്ക് വാങ്ങി, ഫുൾ മാർക്ക്. ആ കുട്ടിക്ക് ഞാൻ അപ്പുറം ഒരു മാർക്ക് വാങ്ങാനില്ല, അല്ലേ? ആ കുട്ടിയുടെ റാങ്ക് എത്ര അറിയോ? 25. അതെന്താ? 1ാം റാങ്ക് കിട്ടൂലേ? എന്താ 1ാം റാങ്ക് കിട്ടാത്തത്? അവിടെ CBSE-യും സ്റ്റേറ്റും തമ്മിലൊരു നോർമലൈസേഷൻ വരുമ്പോൾ ഇവിടെ സ്റ്റേറ്റിൽ കുറേ ആളുകൾക്ക് മാർക്ക് കൂടുതൽ കിട്ടി, ആ കെർവ് ഷിഫ്റ്റ് ചെയ്തു, അല്ലേ? അവരെ മാർക്ക് കുറച്ചു. ഫുൾ മാർക്ക് കിട്ടിയാലും ഒരു 20 മാർക്ക് കുറച്ചു. ഇതാണ് നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റം വരാനുള്ള കാരണം എന്താണ്? നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എന്നുള്ളത് അവൻ എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു സൂചിക കൂടിയാണ്. അതല്ലാതെ പരീക്ഷ എന്നുള്ളത് എല്ലാവർക്കും മാർക്ക് വാരിക്കോരി കൊടുക്കാനുള്ള ഒരു സംഭവമല്ല. അവൻ ഇന്ന ഏരിയയിലാണ് അവൻ ബെറ്റർ, അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്നുകൂടി ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന ഏരിയയിൽ എനിക്ക് ഇമ്പ്രൂവ്മെന്റ് വേണം, അവിടെ എന്ന രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടെന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ കേന്ദ്രമായിട്ട് പരീക്ഷകൾ മാറാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്യുന്നത്, ഈ ഡെഡ്ലി കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളെയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാത്ത, എനിക്ക് എന്തിലാണ് സ്കില്ലുള്ളതെന്ന് മനസ്സിലാവാത്ത, എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് ഏരിയയിലോട്ട് പോകണമെന്ന് അറിയാത്ത, ഞാൻ എവിടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഒരു നിലക്കും മനസ്സിലാവാത്ത കുട്ടികളെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും അസ്തിത്വപരമായ പ്രതിസന്ധി എന്നുള്ളത് ഈ ഒരു കാര്യം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരള മോഡൽ എന്നുള്ളതിനെ, നമ്മുടെ വിഷയം വിദ്യാഭ്യാസത്തിലെ ചതിക്കുഴികൾ എന്നുള്ളത് കൂടിയാണല്ലോ, അത് തീർച്ചയായിട്ടും കുറച്ചധികം വിമർശിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളുടെ വലിയൊരു ഔട്ട്ഫ്ലോ വിദേശത്തോട്ട് നമ്മൾ കാണുന്നുണ്ട്, ശരിയല്ലേ? എന്തിനാ കുട്ടികൾ വിദേശത്തോട്ട് പഠിക്കാൻ പോകുന്നത്? വളരെ സിമ്പിൾ റീസൺസ് ആണ്. കുട്ടികളെ നല്ല എഡ്യൂക്കേഷൻ കിട്ടാനാണ് വിദേശത്തോട്ട് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, പാർട്ട് ടൈം ജോലി ചെയ്യാനാണ് കുട്ടികൾ വിദേശത്തോട്ട് പോകുന്നത്, അല്ലേ? 2, നമ്മളെപ്പോലെ നാട്ടുകാരുടെ ചോദ്യം, എന്താ ജോലിയൊന്നും ഇല്ല എന്നുള്ളൊരു ചോദ്യം അതിജീവിക്കാൻ കൂടിയാണ് കുട്ടികൾ വിദേശത്തോട്ട് പോകുന്നത്, അല്ലാതെ നല്ല എഡ്യൂക്കേഷൻ കിട്ടാനല്ല. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പ്ലസ് 2 മാർക്ക് വെച്ച് ഒരു പരീക്ഷ ഇല്ലാതെ വിദേശത്തെ നല്ലൊരു യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുമോ? എന്താ അത്? വെള്ളരിക്കാപട്ടണോ? അങ്ങനെ അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുമോ? അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അധ്യാപകർക്ക് ചിലത് ചെയ്യാനുണ്ട്. നമ്മൾ അവിടെ ഈ ഒരു ഗെയിം കണ്ടു നിൽക്കേണ്ട ആളുകളല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ഒരു വിദേശ സർവകലാശാല കുട്ടി ചൂസ് ചെയ്യുമ്പോൾ അവൻ എവിടെ പോയാൽ നോക്കുക? യൂട്യൂബ് പോയി നോക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോയി നോക്കും. ആരടുത്ത് അവൻ പോയി നോക്കുക? അവൻ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറുടെ, ഒരു ഫുഡ് വ്ളോഗറുടെ ഉസ്ബെക്കിസ്ഥാനിലോട്ടുള്ള, ജോർജിയയിലോട്ടുള്ള, UK-യിലോട്ടുള്ള, ന്യൂസിലാൻഡിലോട്ടുള്ള യാത്ര നോക്കി തീരുമാനിക്കുന്നത് അവൻ എവിടെ പോയി പഠിക്കണം എന്നുള്ളത്, അല്ലേ? നിങ്ങളോട് ആരോടെങ്കിലും, അല്ലെങ്കിൽ നമ്മോട് ആരോടെങ്കിലും നമ്മുടെ കുട്ടികൾ അഭിപ്രായം ചോദിക്കാറുണ്ടോ എവിടെ പോയി പഠിക്കണം എന്നുള്ളത്? നമ്മളോട് എത്ര ആൾക്കാരോട് അഭിപ്രായം ചോദിക്കാറുണ്ട്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ആരാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലുവൻസർ? വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫ്ലുവൻസറായി മാറേണ്ടത് ഏതെങ്കിലും ഫുഡിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളോ അല്ലെങ്കിൽ യാത്ര പോകുന്ന ആളോ അല്ല.
വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫ്ലുവൻസർ ആവേണ്ടത് ഈ ശീതീകരിക്കപ്പെട്ട ഓഡിറ്റോറിയത്തിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. കാരണം ഓരോ കുട്ടിയുടെ കൂടെയും 6 മണിക്കൂറിലധികം ദിവസവും സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ എത്രത്തോളം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചിന്തിക്കണം. നമ്മൾ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ആയി മാറണം, ക്ലാസ് റൂമിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറേണ്ടതുണ്ട്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. അപ്പൊ വിദേശ വിദ്യാഭ്യാസം ഒരു സമയത്ത് വളരെ ബൂമിംഗ് ആയി അല്ലെ, കുറെ കുട്ടികളൊക്കെ പല സ്ഥലത്തും പോയി അവിടെ പെർമനന്റ് റെസിഡൻസി കിട്ടിയിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറി അല്ലെ. കഴിഞ്ഞ ഒരു മാസം മുമ്പ് UK കലാപം നടന്നു ഇന്ത്യക്കാർക്കെതിരെ. കാനഡയിൽ നിങ്ങൾ വാർത്ത പരിശോധിച്ചാൽ അറിയാം, കാനഡയിൽ ഇന്ത്യക്കാർക്കെതിരെ ഇപ്പോൾ നിരന്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ത്യക്കാർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിടുന്നു. അവർ പോകുന്നത് ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഏറ്റവും നിലവാരമുള്ള സ്ഥാപനത്തിലോട്ടാണോ? ഏതെങ്കിലും നിലവാരമുള്ള സ്ഥാപനത്തിൽ നമ്മളെ +2ന്റെ സർട്ടിഫിക്കറ്റും വെച്ച് അഡ്മിഷൻ കിട്ടുമോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് US UK പോകണമെന്നുണ്ടെങ്കിൽ SAT പോലെയുള്ള ACT പോലെയുള്ള പരീക്ഷകൾ എഴുതണം, IELTS എഴുതണം, TOEFL വേണം, GRE വേണം. ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ ആർക്ക് സാധിക്കണം? അധ്യാപകർ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. വിദേശത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാണ്, നല്ല കോളേജുകളുണ്ട്, മോശം കോളേജുകളുണ്ട്. നല്ല കോളേജ് പോകാൻ നീ ഇന്നതാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ലെന്നുണ്ടെങ്കിലും ഇന്നെന്ന സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നീ എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ജോലി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ദ ഫോർത്ത് എന്ന് പറയുന്ന മീഡിയ അവർ ഈയിടെ പുറത്തുവിട്ട വിദേശ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള സീരീസ് ഉണ്ട്. നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അവിടെ ഭൂരിഭാഗം ആൾക്കാരും ജോലി ചെയ്യുന്നത് എവിടെയാണ്? ഭൂരിഭാഗം ആൾക്കാരും ഇന്റർനാഷണൽ ബിസിനസ്സും മാനേജ്മെന്റ് ഒക്കെ പഠിച്ച ആൾക്കാർ ജോലി ചെയ്യുന്നത് കെയർ ഹോമുകളിലാണ്. എന്താ കെയർ ഹോം എന്ന് പറഞ്ഞാൽ? കെയർ ഹോം എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാരെ നോക്കുക. സ്വന്തം വീട്ടിൽ പനി നോക്കാതെ അവിടെ പോയിട്ട് അവിടെ വയസ്സായ ആൾക്കാരെ നോക്കുക. കുഴപ്പമൊന്നുമില്ല, ഒരു ജോലി എന്നുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വേണ്ടിയിട്ടാണോ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞയക്കേണ്ടത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമില്ല. എന്നിട്ട് അവസാനം വലിയ കടബാധ്യത വരുത്തിയേക്കാം അല്ലെ, വലിയ ലോൺ എടുത്തിട്ടാണ് പോവുക. നമ്മുടെ കുട്ടികളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് വലിയൊരു ട്രാപ്പിലോട്ട് കടത്തിവിടുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത്. പത്രവാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, പല പ്രശ്നങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ട്. വിദേശത്ത് MBBS പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അവിടെയും ഒരുപാട് നിയമക്കുരുക്കുകൾ കുട്ടികളെ കാത്തിരിക്കുന്നു. ഇപ്പോൾ ആ എണ്ണം കൂടാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ വന്നതോടുകൂടി ആയിരക്കണക്കിന് കുട്ടികളാണ് കേരളത്തിൽ നിന്ന് പോകുന്നത്. ഇത് 2021 NMC നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പുനഃപ്രസിദ്ധീകരിച്ച ഗൈഡ് ലൈൻസ് ആണ്. പുറത്തു പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക ക്രൈറ്റീരിയ പാലിക്കേണ്ടതുണ്ട്. പുറത്ത് MBBS പഠിച്ച് കഴിഞ്ഞ് വന്നാൽ ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യയിൽ വന്ന് FMG എന്ന് പറഞ്ഞൊരു പരീക്ഷ എഴുതണം. FMG പരീക്ഷയുടെ പാസ് റേറ്റ് എത്രയെന്ന് പറയുന്നത് നിങ്ങൾക്ക്? 15%. 15% പാസ് റേറ്റുള്ള പരീക്ഷയാണ് കുട്ടികൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പേ ഇപ്പോഴത്തെ പുതിയ റൂൾ പ്രകാരം നിങ്ങൾ ഇതിലെ .4B ശ്രദ്ധിക്കുക. .4B പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏത് രാജ്യത്താണോ നമ്മൾ MBBS പഠിക്കുന്നത് അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ നമുക്ക് കിട്ടണം. മുമ്പ് നിയമമില്ലായിരുന്നു. അവിടെ നിന്നുള്ള രജിസ്ട്രേഷൻ നമുക്ക് ആ രാജ്യത്തുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടണം. ഇത് പല രാജ്യങ്ങളും കൊടുക്കുന്നില്ല. പല രാജ്യങ്ങളിലും കോഴ്സ് ഇന്ത്യയിൽ പറഞ്ഞ പോലെ ഇന്ത്യയിൽ 5.5 വർഷവും പിന്നെ 1 വർഷം ഇന്റേൺഷിപ്പുമാണ്. ആ പാറ്റേണിലാവണം, ആ പാറ്റേണിലല്ല. ഇങ്ങനെ ഒരുപാട് നിയമക്കുരുക്കുകളിലോട്ട് കുട്ടികൾ പോവാണ്. 2028-29 ഇവിടെ എല്ലാവരും തിരിച്ചു വരും ഇവർക്ക് ഡോക്ടർമാരായിട്ട്. എന്നാൽ അവർക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ, ഈ പരീക്ഷ എഴുതാൻ പോലും അവസരമില്ലാത്ത ഒരു പ്രശ്നത്തിലോട്ടാണ് പോകുന്നത്. മേ ബി നമ്മൾ പഠിപ്പിച്ച പല കുട്ടികളും ഡിപ്രഷനിലോട്ടും ആങ്സൈറ്റിയിലോട്ടും ഈവൻ സൂയിസൈഡിലോട്ട് പോലും 2028-29 പോകേണ്ട അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊന്ന് അറിഞ്ഞ് ഇടപെട്ടാൽ തീരാവുന്ന പല പ്രശ്നങ്ങളും വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. നമ്മളൊന്ന് അറിഞ്ഞ് ഇടപെടണം എന്നുള്ളത് മാത്രം. വിസ്ഡം യൂത്ത് അതിൽ ചില ഇടപെടലുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ CM ഓഫീസിൽ ഈ വിഷയങ്ങൾ അറിയിച്ചിരുന്നു. നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനുമായിട്ട് ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പരാമർശിക്കുകയും ചെയ്തു. നമ്മൾ ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നിന്നാൽ നമ്മുടെ കുട്ടികളെ എഫക്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ, അവയർനെസ്സിലൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ മറ്റൊരു പ്രശ്നം എന്നുള്ളത്, ഇപ്പോൾ ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ എടുക്കാം. വിദേശത്തൊരു കുട്ടി MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ 40 മുതൽ 50 ലക്ഷം രൂപ വരെ ചെലവ് വരും. ഇവിടെ MES മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി മെറിറ്റിൽ MBBS പഠിക്കണമെന്നുണ്ടെങ്കിൽ 8 ലക്ഷം രൂപയാണ് ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ ഫീസ്. 50 ലക്ഷം രൂപയിലധികം 5-5.5 വർഷത്തോട്ട് അവന് ചെലവ് വരും. ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ അവന് 1.5 ലക്ഷം രൂപയെ ചെലവ് വരുള്ളൂ. 38 ലക്ഷം രൂപ ലാഭമാണ്. 38 ലക്ഷം രൂപ. എയിംസിലോ ജിപ്മറിലോ പോയിട്ട് ഒരു കുട്ടി MBBS പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ വാർഷിക ഫീസ് 1200 രൂപയാണ്. 5 വർഷത്തേക്ക് 6000 രൂപക്ക് ഡോക്ടറാവാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിൽ 6000 രൂപക്കും ഡോക്ടറാവാം, 50 ലക്ഷം രൂപ മുടക്കി ഡോക്ടറാവാം. പല കുട്ടികളും പ്രശ്നം എന്താ?
പല കുട്ടികളുടെയും പ്രശ്നം അവർ ഇതൊന്നും അറിയാതെ അവർ വർഷങ്ങൾ ചെലവഴിക്കും, അല്ലെ? വർഷങ്ങൾ ചെലവഴിക്കും. അതിനുവേണ്ടി ഭീമമായ കടങ്ങൾ, ലോണുകൾ എടുക്കും. അവർക്ക് നിയമപരമായ പ്രശ്നങ്ങൾ വിദേശത്ത് മറ്റൊക്കെ പോവുകയാണെങ്കിൽ ഉണ്ടാവും. കുട്ടികൾ റീറിപ്പീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് 2, 3, 4 വർഷം എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിൽ പോയി മാനസിക സംഘർഷം അനുഭവിക്കും. ഒരു പക്ഷേ നമ്മൾ 8ലോ 9ലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവൻ ആഗ്രഹം ഡോക്ടർ ആവാനാണെന്ന് പറഞ്ഞാൽ അവനോട് പറയാം, മോനെ ഇങ്ങനെ എയിംസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് ഡൽഹിയിൽ, അവിടെയാണ് നീ പോയി പഠിക്കേണ്ടതെന്നുള്ളൊരു സ്പാർക്ക് അവന് കൊടുത്താൽ മതിയാവും. 4 വർഷം കഴിഞ്ഞിട്ട് അവൻ ഡൽഹി എയിംസിൽ പോയി പഠിക്കും, അല്ലെങ്കിൽ പോണ്ടിച്ചേരി ജിപ്മർ പോയി പഠിക്കും. ആ സ്പാർക്ക് കൊടുക്കുന്ന മെന്റേഴ്സായി മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ് ഈ ടീച്ചേഴ്സ് കോൺഫറൻസിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതകളുണ്ട്. ഇത് ഒരുപാട് പരീക്ഷകളാണ്. ഈ പരീക്ഷകളിൽ 13 ഉണ്ട്. എത്ര എണ്ണം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്? വെറുതെ ഒന്ന് അനലൈസ് ചെയ്യാം. നാറ്റ, ക്ലാറ്റ്, IP മാറ്റ് അല്ലെങ്കിൽ NCET എന്നുള്ളത് നിങ്ങളെപ്പോലെ അധ്യാപകരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും NIT-കളിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് B.Ed കോഴ്സ് ഉണ്ട്. അതിനുള്ള പരീക്ഷയാണ് NCET എന്നുള്ളത്. CUET ഉണ്ട്, BITSAT, JEE മെയിൻ അഡ്വാൻസ്. ഡിസൈൻ ഫീൽഡിലോട്ട് പോകണമെങ്കിൽ UCED അല്ലെങ്കിൽ NID DAT, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IMU-CET എന്ന് തുടങ്ങി ഒരുപാട് പരീക്ഷകളുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് പ്രീമിയർ സ്ഥാപനങ്ങളുണ്ട്. IIT-കളും NIT-കളും IIIT-കളും എയിംസുകളും ജിപ്മറുകളും AFMC, അതേപോലെ NLU-യും IIST-യും TIFR-ഉം TISS-ഉം NID-യും നൈസറും ഐസറും ഒക്കെ ഉണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിലോട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താവട്ടെ അവിടോട്ട് ഒന്ന് ഗൈഡ് ചെയ്യാൻ, കോച്ചിങ്ങും നമ്മൾ കൊടുക്കണ്ട, അറ്റ്ലീസ്റ്റ് ഗൈഡ് ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു വട്ടപൂജ്യമായി മാറുകയായിരിക്കും. നമ്മുടെ കുട്ടികളെ വിദേശത്തോട്ട് കടത്തുകയായിരിക്കും നമുക്ക് ആകെയുള്ള ആശ്രയം എന്നുള്ളത്. ഇപ്പോൾ IIT-യിലടക്കം പ്രവേശനം മലയാളികൾ 1% മാത്രമാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് കുട്ടികൾ ഡൽഹി പോയി പഠിച്ചിരുന്നു, അല്ലേ? നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരുപാട് കുട്ടികൾ ഡൽഹി പോയി പഠിച്ചില്ലേ? കഴിഞ്ഞ വർഷം അത് 4-1 കുറഞ്ഞു. ഇത് പത്രവാർത്തയാണ്. ഡൽഹി കോളേജുകളിൽ കേരള സിലബസുകാർ 4-1 കുറഞ്ഞു. എന്താ കാരണം എന്നറിയാം നിങ്ങൾക്ക്? എന്താ കാരണം? 2 വർഷം മുമ്പ് വരെ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലും JNU-യിലൊക്കെ അഡ്മിഷൻ കൊടുത്തിരുന്നതെങ്കിൽ കഴിഞ്ഞ തവണ പുതിയൊരു സംഭവം കൊണ്ടുവന്നു. അതാണ് CUET, കോമൺ യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റ്. ഇത് വന്നതോട് കൂടിയിട്ട് നമ്മളുടെ കുട്ടികൾ പിന്നോട്ട് പോകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ കുട്ടികളെ നമ്മൾ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, അവർ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നുണ്ട്, അവരെല്ലാവരും A+ വാങ്ങുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തോട്ട് അവരെ ഗൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇവിടെ ഉയർത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചെയ്യാവുന്ന ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു സംസാരം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളൊരു മെൻറ്ററായി മാറണമെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഫെസിലിറ്റേറ്ററായി മാറണമെന്നുണ്ടെങ്കിൽ പത്രത്തിൽ ആഴ്ചയിൽ 2-3 ദിവസം വരുന്ന വിദ്യാഭ്യാസ കോളം നമ്മൾ വായിക്കണം, അല്ലേ? പാരന്റിങ്ങിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും പ്രാധാന്യമേറിയിട്ടുള്ള ഒരൊറ്റ വാചകം എന്നുള്ളത് ഇതാണ്: ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് അധ്യാപനത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ടാങ്കിലുള്ളത് ടാപ്പിൽ വരുള്ളൂ. നമ്മൾ എത്രത്തോളം അവെയറാണോ അത്രത്തോളം ബെറ്റർ ആയിട്ട് നമ്മുടെ കുട്ടികൾ മാറും. നമ്മുടെ ആ വിജ്ഞാനം, അത് സാധ്യതകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. പുതിയ കാലത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച്, ജനറേഷൻ ആൽഫയെ കുറിച്ച് പറയുന്നത് 65% കുട്ടികളും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യാത്ത ജോബിലോട്ടാണ് പോവാന്ന. അതായത് ഇപ്പൊ നമുക്ക് അറിയില്ല, ഇപ്പൊ അങ്ങനെ ഒരു ജോബേ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. അത്തരം ജോബിലോട്ടാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ജനറേഷൻ ആൽഫയിൽ 65% ആൾക്കാരും പോവാന്നുള്ളതാണ്. കുട്ടികളുടെ സ്കിൽസിൽ ശ്രദ്ധ നൽകുക, അവരുടെ പാഷൻ കണ്ടെത്തുക, അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള NMMS-ഉം USS-ഉം ഒളിമ്പ്യാഡ് പോലത്തുള്ള പരീക്ഷകൾക്ക് കുട്ടികളെ സജ്ജമാക്കുക. ആ രീതിയിൽ കുട്ടികളെ ഫ്യൂച്ചറിലോട്ട്, അല്ലേ, നേരത്തെ ഷമീം മാഷ് പറഞ്ഞ നമ്മുടെ കുട്ടികൾ റിട്ടയർ ചെയ്യുന്ന ഒരു കാലം, അല്ലേ, ആ ഫ്യൂച്ചറിലോട്ട് അവരെ റെഡിയാക്കുന്ന ഫെസിലിറ്റേറ്റേഴ്സായി, മെന്റേഴ്സായിട്ട് മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.